ഇതെന്താ സാധനം എന്നറിയാമോ? ആപ്പിള്. ഞാൻ ഇന്ന് 2 ആപ്പിൾ അച്ചാറിടാൻ പോവാം. ഒത്തിരി പഴുത്ത ആപ്പിൾ വേണ്ട കേട്ടോ, ഇങ്ങനെ ചതച്ചത് മതിയേ. അതിനായിട്ട് ഞാൻ ആപ്പിൾ അരിഞ്ഞെടുത്ത് ചെറുതായിട്ട് മാങ്ങയൊക്കെ അച്ചാറിന് അരിയുന്ന പോലെ. ഇനി നീളത്തിൽ വേണേൽ നീളത്തിൽ അരിയാം, വട്ടത്തിൽ വേണേൽ അരിയാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇത് വെളുത്തുള്ളി പൊളിച്ച് അത് അരിഞ്ഞു വെച്ചു, ഇച്ചിരി ഇഞ്ചി അരിഞ്ഞു വെച്ചു. ഇനി നമുക്ക് സാധാരണ മാങ്ങയൊക്കെ അച്ചാറിടുന്ന പോലെ തന്നെ ഇച്ചിരി നല്ലെണ്ണ അടുപ്പിൽ വെച്ചിട്ട് കടുകിട്ട് പൊട്ടിട്ടെ. പിന്നെ ഈ ആപ്പിളൊരു സാധനം ഒത്തിരി നേരം അരിഞ്ഞ് വെച്ചേക്കാൻ പറ്റത്തില്ല കേട്ടോ, കറുത്ത് പോകും. ഈ കുറച്ച് വെക്കാം. എന്നിട്ട് വെളുത്തുള്ളി വഴറ്റാം, ഇഞ്ചി വഴറ്റാം. അതിൻ്റെ മഞ്ഞൾപ്പൊടി ഇട്ടു. എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ വഴന്ന് വരട്ടെ. കറിവേപ്പില ആവശ്യത്തിന് ഇട്ടു. ഇനി അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇടുവാണേ. ഒരു എരിവൊന്നും വേണ്ട, നമുക്ക് 2 സ്പൂൺ ഇടുന്നുള്ളൂ. ശകലം കായം പൊടി ഇട്ടു. ഇനി അതിനാവശ്യമായ ചൊറുക്ക, നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണോ പറയുന്നത്, വിനാഗിരി. വേറെ വെള്ളമൊന്നും അതിന് ചേർക്കുകയൊന്നും ചെയ്യല്ലേ കേട്ടോ, നമ്മൾ സാധാരണ അച്ചാറ് പോലെ തന്നെ. തീ കുറച്ച് വെക്കണം. അതിൻ്റെ മേമ്പൊടി ഇച്ചിരി കായപ്പൊടി ചേർത്തേ. കായം മേമ്പൊടിയാണല്ലോ. തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആപ്പിള് അതിട്ട് ഇളക്കുക. ഒരു 2 ദിവസം കഴിഞ്ഞിട്ടേ കൂട്ടാവുള്ളൂ. നല്ല ടേസ്റ്റാണ്. നല്ല പഴുത്ത മാങ്ങ അച്ചാറിട്ട പോലെ ഇരിക്കും. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്, അറിയാൻ മേലാത്തവർക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും ആപ്പിൾ അധികം വേഗമൊന്നും വേണ്ട, അതിന് തീ അങ്ങ് കിടക്കണം. ഇനിയിപ്പോൾ അത് ഉണങ്ങിയിരിക്കുകയല്ലേ, ഡ്രൈ ആയിട്ടിരിക്കുമല്ലേ. ഇതിനിച്ച് നിങ്ങൾക്ക് വെള്ളം വേണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. ഇനി ഇതിനകത്ത് മെയിനായ സാധനം ചേർക്കണം, ഉപ്പ്. ആദ്യം ഉപ്പ് ചേർക്കാത്ത എന്താണെന്നറിയോ, ഈ ആപ്പിളിൽ നിന്ന് വെള്ളം ഇങ്ങനെ മുറിക്കൊണ്ടിരിക്കും, അപ്പോൾ അങ്ങ് കുഴഞ്ഞു പോകത്തില്ലേ. അതിന് അന്നേരം ഉപ്പ് ചേർക്കാൻ. അപ്പോൾ ഉപ്പ് ചേർക്കും. ഇനി ഇതിങ്ങനെ ഇളക്കി നമ്മളൊന്ന് സൂക്ഷിച്ച് വെച്ചിട്ട് ഒരു ദിവസം കഴിയുമ്പോൾ നമ്മൾ ചില്ല് കുപ്പിക്കകത്തിട്ട് സൂക്ഷിച്ച് വെക്കുക. അന്നേരം കൂട്ടുണ്ടെങ്കിൽ അന്നേരം കൂട്ടാം. അതിൻ്റെ മണം അടിച്ചിട്ട് തന്നെ ഇപ്പോൾ ചോറിനും തോന്നും, നല്ല മണം. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാവേ. നല്ല അടിപൊളി അച്ചാർ, നല്ല മണം. നല്ല മണം അടിച്ചിട്ട് തന്നെ ഇപ്പം ചോറിനാൻ തോന്നും. മോര് കറി അച്ചാറും കൂട്ടി ചോറ് നല്ല ടേസ്റ്റാണ്. ഓക്കേ.